ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. കുഞ്ഞുമക്കളുള്ള എല്ലാവരുടെയും വീടുകളിലെ ചുമരുകളിൽ ഇതുപോലുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? അവരുടെ കയ്യിൽ എന്തെങ്കിലും പെന്നോ പെൻസിലോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അവരുടെ കഴിവ് തെളിയിക്കുന്നത് ചുമരുകളിലായിരിക്കും അല്ലേ? അപ്പോൾ ഇത് എൻ്റെ മോളുടെ കരവിരുതാണ് കേട്ടോ. നല്ല പോലെ തന്നെ അവൾ കൈ കിട്ടിയതൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ വരച്ച് വെച്ചിട്ടുണ്ട്. പെന്നുകൊണ്ടും പെൻസിൽ കൊണ്ടും ക്രയോൺസ് കൊണ്ടും സ്കെച്ച് കൊണ്ടും അതൊക്കെ പോരാഞ്ഞിട്ട് അടുപ്പിലുള്ള കരി വെച്ചിട്ടുമൊക്കെ നന്നായിട്ടോള് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പെട്ടെന്നൊന്ന് കളയാനായിട്ടുള്ള ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ചുമര് എത്രത്തോളം ക്ലീൻ ചെയ്യാനുണ്ടോ അതിനനുസരിച്ചുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഡിഷ് വാഷ് ലിക്വിഡാണ്. നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഏത് ലിക്വിഡ് വേണമെങ്കിലും എടുക്കാം. അതും കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗോൾഗറ്റാണ്. ഇതിലേക്കായിട്ട് ഗോൾഗറ്റ് തന്നെ എടുക്കാൻ നോക്കുക. അതാണ് നമുക്ക് കുറച്ചും കൂടെ ക്ലീൻ ആയിട്ട് കിട്ടുന്നത്. അതും കുറച്ച് ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ ഇതെല്ലാം കൂടെ നമുക്കൊരു ബ്രഷ് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിൽ നന്നായിട്ട് പതഞ്ഞ് വരുന്നത് വരെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ബ്രഷ് ഇതിൽ മുക്കിയതിന് ശേഷം നമുക്ക് ചുമരിലേക്ക് ഉരച്ച് കൊടുക്കുക. പെൻസിൽ കൊണ്ടും ക്രയോൺസ് കൊണ്ടൊക്കെ വരച്ചത് പെട്ടെന്ന് തന്നെ മാഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ. പെന്ന് കൊണ്ടും സ്കെച്ച് കൊണ്ടൊക്കെ വരച്ചത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് പോയി കിട്ടാൻ. എന്നാലും കുറച്ച് സമയമൊന്ന് ഉരച്ച് കഴിയുമ്പം അതും നന്നായിട്ട് തന്നെ പോയി കിട്ടുന്നുണ്ട്. ഇതൊക്കെ അവൾ പെന്നുകൊണ്ട് വരച്ച് വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ പോയി കിട്ടാനായിട്ട് കുറച്ചൊരു പാടാണ് കേട്ടോ. ഇങ്ങനെ പോയി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുള്ളതിൽ ലിക്വിഡ് കുറച്ച് സമയം ഒന്ന് തേച്ച് വെച്ചതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് ഉരച്ചാൽ പോയി കിട്ടുന്നുണ്ട്. പെൻസിൽ കൊണ്ട് വരഞ്ഞത് ഒറ്റൊരു പ്രാവശ്യം ഉരച്ച് കഴിയുമ്പോൾ തന്നെ വേഗത്തിൽ പോയി കിട്ടുന്നുണ്ട് കേട്ടോ. അവർക്ക് വരയ്ക്കാനും എഴുതാനൊക്കെ ആയിട്ട് പഴയ ബുക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാലും നമ്മുടെ കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ ഇതുപോലെ ചുമരിലായിരിക്കും കേട്ടോ അവർ വരയ്ക്കുന്നുണ്ടാവുക. നമ്മൾ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടീച്ചറാവുകയെന്ന് കേട്ടോ പറയുക. ഇത് അവളുടെ ബോർഡാണ്, കുട്ടികളെ പഠിപ്പിക്കുന്ന ബോർഡാണ്. അങ്ങനെ എന്തായാലും കൈ കിട്ടിയതൊക്കെ വെച്ചിട്ട് ഒരുപാട് വരച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ പെൻസിൽ കൊണ്ട് വരച്ചതൊക്കെ ഒരു വിധത്തിലൊക്കെ പോക്കിയെടുത്തിട്ടുണ്ട്. ഇനി പെന്നുകൊണ്ടും സ്കെച്ച് കൊണ്ടൊക്കെ വരച്ചതാണ് കേട്ടോ പോവാനുള്ളത്. അത് കുറച്ച് സമയം ഒന്ന് കുതിർന്ന് കഴിയുമ്പോൾ പിന്നീട് ഉരച്ചെടുക്കുമ്പോൾ അതും പോയി കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഒരുപാട് സ്ഥലത്ത് വരച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് കുറച്ച് സമയം എടുത്തിട്ടോ ഒക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയാലും എല്ലാം നല്ലപോലെ തന്നെ ക്ലീനായി കിട്ടുന്നുണ്ട്.
അങ്ങനെ ദാ ഒരു വിധത്തിൽ എല്ലാം ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നല്ല ഉണങ്ങിയ തുണി വെച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക കൂടെ ചെയ്താൽ നല്ല പോലെ തന്നെ നമുക്ക് ക്ലീനായി കിട്ടും. ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് എല്ലാം തന്നെ ഞാനിതാ തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.